നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിഫ്റ്റി 0.61% അല്ലെങ്കിൽ 130 പോയിന്റ് ഇടിഞ്ഞ് 24,000-അടുത്ത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. 24,100-നും 24,050-നും ഇടയിലുള്ള ഒരു ഓപ്പണിംഗ് വേണം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട പുതിയ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നാസ്ഡാക്ക് 1% മുകളിൽ ഇടിഞ്ഞു. നാസ്ഡാക്ക് 1.55% ഇടിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പുമായി ബന്ധപ്പെട്ട പല സ്റ്റോക്കുകളിലും കഴിഞ്ഞ ദിവസം പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമാവുകയും ചെയ്തു. S&P 0.79% ഇടിയുകയും ഡോ ജോൺസ് 0.26% ഇടിയുകയും ചെയ്തു. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴി കടന്നുപോകുന്ന ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വിലയിൽ വർധനവുണ്ടായി. അതോടൊപ്പം തന്നെ US ഫെഡ് റിസർവ് ചെയർമാൻ്റെ ടെസ്റ്റിമണി വരാനിരിക്കെ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ ഒരു കോഷ്യസ് ഔട്ട്ലുക്കാണ് വെച്ച് പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് തുടക്കത്തിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിട്ടെങ്കിലും പിന്നീട് ക്വാർട്ടർ 1 റിസൾട്ടിൽ വന്ന കമ്പനികളുടെ പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ഒരു റിക്കവറി പ്രകടമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും IT സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഏഷ്യൻ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ഇൻപുട്ട് പരിശോധിച്ചാൽ ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ വീക്ക്നെസ് പ്രകടമാണ്. ജപ്പാന്റെ ഇൻഡെക്സ് സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ട്. സൗത്ത് കൊറിയൻ ഇൻഡെക്സിലും സെമി കണ്ടക്ടർ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഹെവി സെല്ലിംഗ് പ്രഷർ വരുന്നു. ഹോങ്കോങ്, ചൈനീസ് ഇൻഡെക്സുകൾ ഏറെക്കുറെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന വർധനവ് തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഏകദേശം 10% വർദ്ധിച്ച് $83.30 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. 2020 ശേഷമുള്ള ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവാണിത്. ക്രൂഡ് ഓയിലിൻ്റെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. പ്രത്യേകിച്ചും ഓയിൽ മാർക്കറ്റിംഗ്, പെയിന്റ്, ഏവിയേഷൻ തുടങ്ങിയ സെക്ടറിലെ കമ്പനികൾക്ക് ഇത് തിരിച്ചടിയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന നെഗറ്റീവ് ന്യൂസിനെ ചിലപ്പോൾ ഇന്ത്യൻ കമ്പനികളുടെ ക്വാർട്ടർ 1 റിസൾട്ട് ഡൈല്യൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം IT സെക്ടർ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് മൂലം ഗ്ലോബൽ മാർക്കറ്റിൽ വന്ന വീക്ക്നെസ് നമ്മൾ ഏറെക്കുറെ കവർ ചെയ്തിരുന്നു. ഇന്നും IT സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. HCL ടെക്നോളജിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 3% ഉയർന്നത് IT സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്നും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും. കൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഇൻഫ്ലേഷൻ റിപ്പോർട്ടിൽ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയും RBIയുടെ ടാർഗറ്റായ 4% മുകളിലേക്ക് ഇൻഫ്ലേഷൻ ഉയർന്നതായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ഡേറ്റയും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഹെവി സെല്ലറായി തുടരുന്നു. കഴിഞ്ഞ ദിവസം 3062 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മാർക്കറ്റിന് സപ്പോർട്ട് നൽകുകയും 2171 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് വീക്ക് ആയതുകൊണ്ട് ചില സെക്ടറിലെ സ്റ്റോക്കുകളിലെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിൽ ഇന്ന് സെല്ലോൺ ട്രെൻഡ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,000 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസം 24,211 മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയതെങ്കിലും 24,050, 24,000 തുടങ്ങിയ ലെവലുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഈ സപ്പോർട്ട് നഷ്ടമായാൽ 23,600 വരെ മാർക്കറ്റ് ഇടിയാൻ സാധ്യതയുണ്ട്. അതേസമയം 24,250, 24,300 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയും പ്രവർത്തിക്കും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ICICI Prudential AMC. ICICI Prudential AMCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% വർദ്ധിച്ച് 769 കോടിയിൽ നിന്നും 965 കോടിയിലേക്ക് എത്തി. ടോട്ടൽ ഇൻകം 20% വർദ്ധിച്ച് 1745 കോടിയിലേക്ക് എത്തുകയും ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1.1% വർദ്ധിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് IT സെക്ടറിലെ പ്രമുഖ കമ്പനിയായ HCL ടെക് ആണ്. HCL ടെക്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 3% വർദ്ധിച്ച് 4488 കോടിയിൽ നിന്നും
4624 കോടിയിലേക്കെത്തി. റവന്യൂ 1.8% വർദ്ധിച്ച് 33,981 കോടിയിൽ നിന്നും 34,579 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 3.8% വർദ്ധിച്ച് 5,620 കോടിയിൽ നിന്നും 5,831 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ മാർജിൻ 16.5% നിന്നും 16.9% ഇംപ്രൂവ് ആയപ്പോൾ 2027 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഗൈഡൻസ് 1 മുതൽ 4% കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും കഴിഞ്ഞ വർഷത്തേക്കാളും ഉയർന്ന ടോട്ടൽ ഡീലുകളും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. നുവോക്കോ വിസ്റ്റയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 133 കോടിയിൽ നിന്ന് 160 കോടിയിലേക്കെത്തി. റവന്യൂ 8.9% വർദ്ധിച്ച് 2,837 കോടിയിൽ നിന്നും 3,129 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 9.6% വർദ്ധിച്ച് 519 കോടിയിൽ നിന്നും 568 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാർജിൻ 18% നിന്നും 18.2% എത്തിയിട്ടുണ്ട്. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കലാണ്. പോണ്ടി ഓക്സൈഡ് ആൻഡ് കെമിക്കൽ എന്ന കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനി 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറുകളായിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. അതുകൊണ്ട് പോണ്ടി ഓക്സൈഡ് ആൻഡ് കെമിക്കൽ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ജൂലൈ 21 സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BEL എന്ന കമ്പനിക്ക് 572 കോടി രൂപയുടെ ഫ്രഷ് ഓർഡർ ലഭിച്ചതുകൊണ്ട് BEL മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. HCL ടെക്നോളജി ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻ്ററുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 3,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കും. അതുകൊണ്ട് HCL ടെക്നോളജി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കും. UP ജൽ നിഗം ലിമിറ്റഡിൻ്റെ ഒരു സീവേജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായി EMS എന്ന കമ്പനി മാറിയിട്ടുണ്ട്. 105 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡറാണ് EMS എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് EMS എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ റേറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ ട്രാൻസ്ഫോർമർ ആൻഡ് റെക്ടിഫയർ എന്ന കമ്പനിക്ക് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഇന്ത്യ റേറ്റിംഗ് സ്റ്റേബിൾ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. NHPC 170 മെഗാവാട്ട് ശേഷിയുള്ള 2 യൂണിറ്റും 510 മെഗാവാട്ട് ശേഷിയുള്ള 1 യൂണിറ്റും സിക്കിമിൽ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ NHPC എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം.